ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് അമാവാസി റീഡിംഗ് ആണ്. അതായത് ഇപ്പോഴത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ, നിങ്ങളുടെ ഈ വ്യക്തിയുടെ ചിന്തകൾ എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. നിങ്ങളെപ്പറ്റിയുള്ള ചിന്തകൾ എന്താണ്? ഈ വീഡിയോ ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കാണാൻ കഴിയുന്നു അപ്പോൾ മുതൽ ഇത് വാലിഡ് ആകുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ദ ഹൈ പ്രിസ്റ്റസ്, ദ ഹെറഫൻ്റ് എനർജിയാണ്. ടെൻ ഓഫ് വാൻഡ്സ്, ദ മൂൺ വന്നിട്ടുണ്ട് ഇവിടെ. ഫൈവ് ഓഫ് വാൻഡ്സ്, സിക്സ് ഓഫ് സോഡ്സ്, Page of Wands, the Tower, Justice, the Hermit, King of Swords. ഫൈവ് ഓഫ് സോഡ്സ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. ഇവിടെ സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഹെറോഫൻ്റ് എനർജിയാണ്. പിന്നീട് വന്നിരിക്കുന്നത് ടെൻ ഓഫ് വാൻഡ്സ്, ഇവിടെ ടവർ മൊമെൻ്റ് വന്നിട്ടുണ്ട്, മൂൺ വന്നിരിക്കുന്നു, ദ ഹെർമിറ്റ് വന്നിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഓവറോൾ എനർജി ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയും. പലരും ഇവിടെ സൈലൻ്റായിട്ടിരിക്കുകയാണ്, പിണക്കമാണ്, നോ കോണ്ടാക്റ്റ് അവസ്ഥയാണ്. സൈലൻ്റായിട്ടിരിക്കുമ്പോൾ മറ്റ് സന്തോഷങ്ങളിൽ നിന്നെല്ലാം വിട്ടുമാറിയിരിക്കുകയാണ്. നിങ്ങളോടിപ്പോൾ മിണ്ടാൻ വരുന്നില്ല. അവർക്കിപ്പോൾ നിങ്ങളോട് മിണ്ടണം എന്ന് തോന്നുന്നില്ല. അത്രമാത്രം വല്ലാത്ത ഒരു മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്നത് കൊണ്ടാണ് അവരങ്ങനെ വിട്ടുമാറിയിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുമായിട്ട് ചില വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടാവാം. ഇവിടെ ഫൈവ് ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നു. എന്തോ ചില വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടാവാം. അതുവഴിയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സൈലൻറ്റ് മൂഡിലേക്ക് വന്നത് എന്നും കാണുന്നുണ്ട്. പിന്നെ അവരിവിടെ പേടിക്കുന്നുണ്ട്. എന്തിനാണ് പേടി? അവരിവിടെ ഭയക്കുന്നു. എന്തായാലും നിങ്ങളിനി അവരിലേക്ക് തിരിച്ചു വരില്ലേ? ഇനി നിങ്ങളോട് എങ്ങനെയാണ്? നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആയിട്ട് കുറച്ച് ദിവസമായി, അകന്ന് മാറിയിട്ട് കുറച്ച് ദിവസമായി. മനസ്സുകൊണ്ട് അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ നിങ്ങളിനി അവരിലേക്ക് വരില്ലേ, നിങ്ങളിനി അവരെ ഇട്ടിട്ട് പോയോ എന്ന് അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു ഭയമുണ്ട്. ആ ഭയം അവർ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ പോലും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. അതാണിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളിലേക്ക് വരണമെന്നുണ്ട്, ആക്ഷൻ എടുക്കണമെന്നുണ്ട്, ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണമെന്ന് ഇവിടെ ആഗ്രഹമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടെയും ഒരു വാശിപ്പുറത്ത് നിൽക്കുകയാണ്. ഇവിടെ ഒരുപാട് പ്രശ്നം, നിങ്ങൾ തമ്മിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എക്സ്ട്രാ മാരിറ്റലാവാം, അല്ലെങ്കിൽ ലവേഴ്സ് ആവാം, കപ്പിൾസ് ആവാം. ആരായാലും നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ എടുക്കണം കേട്ടോ. ഇവിടെ ടവർ മൊമെൻ്റ് വന്നിട്ടുണ്ട്. കാരണം ചിലപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെയും പ്രശ്നങ്ങളുണ്ടാവാം. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അറിഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അത്രമാത്രം വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ഇവിടെ കടന്നു പോകുന്നത്. മാനസിക സമ്മർദ്ദം ഒരുപാട് അനുഭവിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവരും നിങ്ങളും ചിലപ്പോൾ അതിന് ഭാഗഭാക്കാവാം.
നിങ്ങളും ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ വേർപാടിൽ നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഒത്തിരി പേടി അനുഭവിക്കുന്നുണ്ട്. അവർ വരുമോ എന്ന് നിങ്ങളും വിചാരിക്കുന്നുണ്ട്, അവരും വിചാരിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഇനി കോണ്ടാക്റ്റ് വരുമോ എന്ന്. പക്ഷേ എന്നിരുന്നാൽ കൂടി അവരുടെ ഉള്ളിൽ നിന്ന് ഇവിടെ ഒരു കാത്തിരിപ്പുണ്ട്. എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ മെസ്സേജ് വരുന്നുണ്ടോ? വേണ്ട, ഇപ്പോൾ അത് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും തുറന്ന് പറയാൻ ഈഗോ സമ്മതിക്കുന്നില്ല. പക്ഷേ എന്നാൽ പോലും മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ഇവിടെ എന്താണ്, അന്വേഷണമുണ്ട്. നിങ്ങളറിയാതെ നിങ്ങളെ വാച്ച് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ, എവിടെ പോകുന്നു, എപ്പോൾ വരുന്നു, നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണോ, ലാസ്റ്റ് സീൻ എപ്പോൾ വരെ ഉണ്ടായിരുന്നു, ഇതൊക്കെ അവർ നിങ്ങളറിയാതെ വാച്ച് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങളെ മാരി ചെയ്യണം എന്നാഗ്രഹിക്കുന്നവരുമുണ്ട്. അത് സാഹചര്യമാണ്. അങ്ങനെ നിങ്ങളിലേക്ക് ഇവിടെ മാരേജിൻ്റെ കാർഡാണ് ഇവിടെ ഹെറോഫൻ്റ് എനർജി എന്ന് പറയുന്നത്. ഒരു റീയൂണിയനും നമുക്കിവിടെ പറയാൻ പറ്റും. ഇവിടെ ഒരു റീയൂണിയൻ വരും. കാരണം ഇവിടെ പ്രശ്നങ്ങളെല്ലാം മുന്നോട്ട് പോകും. പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേരും നല്ല രീതിയിൽ സ്നേഹിച്ച് കഴിഞ്ഞിരുന്ന ആൾക്കാരാണ്. അവിടെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ അതിനിടയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നുമുണ്ട്. തൽക്കാലത്തേക്ക് ഇവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മനസ്സിലായോ? തൽക്കാലത്തേക്ക് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റ് ഇല്ലാതെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ചിലർ കോണ്ടാക്റ്റിന് വരുന്നുണ്ട്, അത് ലെസ്സായിട്ട് കുറച്ച് കോണ്ടാക്റ്റ് ആവുന്നവരും ഇവിടെയുണ്ട്. കാര്യങ്ങൾ ഒരുപാട് തുറന്ന് സംസാരിക്കാനുള്ള പേടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഭയക്കുന്നുണ്ട് എന്നും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ഭാരം, ഇപ്പോൾ വളരെ വലിയ ഭാരമാണ് അവരുടെ ചുമലിലുള്ളത്. അതൊന്ന് താഴെ വെച്ചിട്ട് വീണ്ടും ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് വേണം എന്നവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ അവർ ഇവിടെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കിങ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. അവർ വാക്കു പറഞ്ഞാൽ, നിങ്ങളോട് വാക്കു പറഞ്ഞിട്ടുണ്ട്, ജീവിതകാലം മുഴുവൻ നീ എന്നോടൊപ്പം കാണും, അല്ലെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം കാണും എന്നും നമുക്കിതുപോലെ സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാം എന്നൊക്കെ പല തരത്തിൽ ഇവിടെ പ്രോമിസ് ചെയ്തിട്ടുള്ളതാണ്. അതിനെ അവിടെ എങ്ങനെയാണ് ലംഘിക്കുന്നത്? അതുകൊണ്ട് ആ ഒരു വാക്കു പാലിക്കണം എന്നാഗ്രഹിക്കുന്ന ചിലരുടെ എനർജി ഇവിടെയുണ്ട്. വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ നന്മ കൊണ്ടുവരുന്ന ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട്. പലരും നല്ല ആൾക്കാരാണ്, നല്ല സ്നേഹമുള്ള ആൾക്കാർ. പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ സധൈര്യം നേരിടാനുള്ള ധൈര്യം ഇവിടെയുണ്ട്. പക്ഷേ തൽക്കാലത്തെ ഒരവസ്ഥയെന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കാത്ത തരത്തിലാണ് ഇവിടെ സാഹചര്യം മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥ ഇവിടെ കുറച്ചുകൂടി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന് തന്നെ ഇവിടെ പറയാൻ കഴിയും. പക്ഷേ എങ്ങനെയായാലും ജീവിതത്തിൽ ഈ ഒരു സ്നേഹബന്ധത്തിൽ ഒരു ജസ്റ്റിസ് വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ ഈ ഒരു ജസ്റ്റിസ് വേണം എന്നവർ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ദൈവികമായ ദൈവഭയമുണ്ട് ഉള്ളിൽ. ദൈവികമായ ഒരു വിശ്വാസം അവരുടെ ഉള്ളിലുണ്ട്. ഉറച്ച വിശ്വാസമുണ്ട്, ദൈവം ഞങ്ങളെ ഒന്നിച്ച് ചേർക്കും എന്നുള്ള ആ ഒരു വിശ്വാസം ഇവിടെ ഉണ്ട് അവരുടെ ഉള്ളിൽ എന്ന് തന്നെയാണ് കാണുന്നത്. കണ്ടില്ല, ഇവിടെ ഹെറഫൻ്റ് എനർജി പറയുന്നത് എന്താണ്? നിങ്ങൾ ഒന്നുകിൽ സോൾമേറ്റ് കണക്ഷൻ ആയിട്ടുണ്ടാവുക. അവർക്ക് നിങ്ങൾക്ക് തമ്മിൽ ഇടയിൽ അത്തരത്തിലുള്ള ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് നിങ്ങളെ ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്താണ്? വീണ്ടും ഇവിടെ കൂടി ചേർന്നേ മതിയാവും, വീണ്ടും നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത്. കണ്ടില്ലേ, 6 ഓഫ് സോഡ്സ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഈ നാട്ടിൽ നിന്നേ വിട്ടു പോകണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 6 ഓഫ് സോഡ്സ്, കിങ് ഓഫ് സോഡ്സ് കണ്ടില്ലേ? നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം, എന്നിട്ട് അതിലൂടെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് നിങ്ങളുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടി ഒറാക്കിൾ കാർഡ്സ് 2-3 എടുക്കാവേ. റെസ്റ്റ് ആൻഡ് റിജുവിനേറ്റ് ആണ് വന്നിരിക്കുന്നത്. Deception and envy, light.
ബോൾട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എന്താണ്? പവർ. കണ്ടില്ലേ? ഇപ്പോൾ പവർലെസ് ആണ്. ഇപ്പോൾ ആ ഒരു ധൈര്യം ചോർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. മനസ്സിലായില്ലേ? പക്ഷെ വീണ്ടും അത് വീണ്ടെടുത്ത് കൊണ്ടുവരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു കഴിവ് വീണ്ടെടുത്ത് കൊണ്ടുവരണം എന്ന് അവർ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് നിങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധത്തിൽ വളരെ നല്ല ക്യൂട്ടായിട്ടുള്ള കപ്പിൾസ് ആയിരിക്കുക, അല്ലെങ്കിൽ ലവേഴ്സ് ആയിരിക്കുക, ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ ആ ഒരു ഐശ്വര്യത്തിൽ തന്നെയും ആ ഒരു കോണ്ടാക്റ്റിൽ തന്നെയും ഇവിടെ അസൂയയും പകയും ഒക്കെയുള്ള ആൾക്കാരുടെ എനർജിയും വന്നിട്ടുണ്ട്. ആർക്കൊക്കെ അസൂയുണ്ടായിരുന്നു നിങ്ങളുമായിട്ടുള്ള ആ ഒരു സൗഹൃദത്തിൽ, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അത് കണ്ടിട്ട്, നിങ്ങളുടെ സന്തോഷം കണ്ടിട്ട് നിങ്ങളിൽ അസൂയയുള്ള ഒരുപാട് പേർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിവിടെ ഒരുപാട് വിള്ളൽ വീണിരിക്കുന്നത്. ബന്ധത്തിൽ ഒരുപാട് അകൽച്ച വന്നിരിക്കുന്നതും ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇനി റെസ്റ്റ് ആൻഡ് റിജുവിനേറ്റ് ആണ്. കണ്ടില്ലേ? ഇവിടെ നിങ്ങളിപ്പോൾ അകൽച്ചയിലാണ്, പക്ഷേ ഇവിടെ റെസ്റ്റ് എടുക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതുകൊണ്ട് രണ്ടുപേരും സമാധാനമായിട്ടിരിക്കുക, രണ്ടുപേരും കുറച്ച് റെസ്റ്റ് എടുക്കുക. അല്ലാതെ ധൃതി പിടിച്ചിട്ട് എനിക്കിപ്പോൾ തന്നെ സംസാരിക്കണം, എനിക്കിപ്പോൾ തന്നെ കാണണം എന്ന് വിചാരിക്കരുത്. ഇവിടെ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാനാണ് പറയുന്നത്. റെസ്റ്റ് എടുക്കൂ, രണ്ടുപേരും കുറച്ചൊന്ന് മനസമാധാനത്തോടുകൂടി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞുകൂടൂ എന്നാണ്. അപ്പോൾ വീണ്ടും എന്താവും? വീണ്ടും പഴയതിനേക്കാൾ ഉന്മേഷം പ്രാപിച്ച് അല്ലെങ്കിൽ ഉത്സാഹം വർദ്ധിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം നിങ്ങൾ തുടരും. കാരണം എന്താണ്? ഇവിടെ ലൈറ്റാണ് വന്നിരിക്കുന്നത്, സൺ എനർജിയാണ്. വെളിച്ചത്തിലേക്ക് തന്നെ നിങ്ങൾ പോകും. കണ്ടില്ലേ? അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരും. ഒരു 7 ഡേയ്സിനകം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ മെസ്സേജ് വരാം, കോൾ വരാം. നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ടാകും. കാരണം അത്രമാത്രം അങ്ങനെ പിരിഞ്ഞിരിക്കാൻ പറ്റുകയില്ല. അതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.